ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിൻസി, എപ്പോഴും നമ്മൾ ഓസ്ട്രേലിയയെ കുറിച്ചുള്ള വീഡിയോസ് ഇല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ പറയുന്നതെന്നറിയാമോ? ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടൊക്കെ എല്ലാവരും ഗൾഫിലോട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 2 വർഷമായിട്ട് കാണുന്ന ഒരു ചേഞ്ചാണ്. എല്ലാവരും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നു. സ്റ്റുഡൻറ്റ് വിസയിലും എന്താ പറയുക, കെയർ വിസയിലും മാത്രമല്ല സ്കിൽഡ് വർക്കർ ജോബിലും ഒക്കെ പോയി സെറ്റിൽ ആവുന്ന ഒരു യൂറോപ്യൻ കൺട്രി. അത് ഈസി ആയിട്ടായിരുന്നു ഇത്ര നാൾ പോയി സെറ്റിൽ ആവുന്ന. അതുകൊണ്ടായിരിക്കാം UK എല്ലാവരും ചൂസ് ചെയ്തത്. അപ്പം നമ്മുടെ UK ഗവൺമെൻറ് ഒരു സജഷൻ വെച്ചു. അത് എന്താ പറയുന്നത്, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അങ്ങനെ പറഞ്ഞിട്ട് ഒരു UK ഗവൺമെൻറ് കുറേ നാളായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷേ കുറേ നാളായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു 2-3 വർഷത്തിന് ഉള്ളിൽ അവിടത്തേക്കുള്ള മൈഗ്രൻസിൻ്റെ എണ്ണം അത്രത്തോളം കൂടി. അതിൻ്റെ കണക്കുകളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് UK ഗവൺമെൻറ് പുതുതായിട്ടൊരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കൺഫേം ആക്കിയിട്ടില്ല. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ഈ ലേബർ പാർട്ടിക്ക് ഭയങ്കര ഭീഷണിയായിട്ട് റിഫോം പാർട്ടി എന്ന് പറഞ്ഞു ഇപ്പോൾ റീസെൻ്റായിട്ടൊരു ഇത് ചെയ്ത ഒരു പാർട്ടിയാണ്. അവർക്ക് ഇപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര സപ്പോർട്ടുമാണ്. അപ്പോൾ അവരും ഈ മൈഗ്രൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുതിയ ഇത് വരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലേബർ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നിരിക്കുന്നത്. അത് മെയിനായിട്ട് ഇപ്പോൾ ബാധിക്കാൻ പോകുന്നത് സ്റ്റുഡൻസിനും. ഇനിയും പണ്ടത്തെ തൊട്ട് നമുക്ക് ഇപ്പം UK പോകണമെങ്കിൽ നമുക്ക് ഒരു കെയർ വിസയിലൊക്കെ എങ്ങനെയായിരുന്നു നമുക്കൊരു ഏജൻസി ഇല്ലയോ, അങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. ഇനിയും അതിന് സ്ട്രിക്റ്റ് ആയിട്ട് ഇനിയും കെയർ വിസ എന്ന് പറഞ്ഞൊരു വിസയിൽ നമുക്കിനി UKയിലോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും നമുക്ക് അവിടെ പണ്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് സ്റ്റേ ബാക്കും ചെയ്യാൻ പറ്റത്തില്ല. അതെ, അത്രത്തോളം. അതുപോലെ തന്നെ കുറേ ഏജൻസികളും തന്നെ ഈ കെയർ ഹോമിലേക്ക് ആളെ കൊണ്ടുപോയിട്ട് കുറേ പേരൊക്കെ റീസെൻ്റ്ലി ചതിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല BBC വരെ റീസെൻ്റ്ലി ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഏകദേശം അതിനൊക്കെ ഉള്ള ഒരു മറുപടി എന്നോണമായിരിക്കും ഇങ്ങനെ ഒരു ലോ അവരിപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിലുള്ള ഒന്നാമത്തെ ചേഞ്ചാണ് സെറ്റിൽമെൻറ്റ് ആൻഡ് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ്. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് UK പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടും. അത് കഴിഞ്ഞിട്ട് 1 വർഷമോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതൊരു 10 വർഷമായിട്ടും നമുക്ക് സിറ്റിസൺഷിപ്പിന് 15 വർഷമായിട്ടും അത് മാറ്റങ്ങളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഇപ്പോൾ 5 വർഷമായിട്ട് കൊടുത്തിരുന്ന PR അവർ 10 ഇയേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. മുന്നേ അത് 5 ഇയേഴ്സ് ആയിരുന്നു, ഇപ്പോൾ അത് 10 ഇയേഴ്സായി മാറ്റിയിട്ടുണ്ട്. അത് നിലവിൽ UK നിൽക്കുന്നവർക്കും ബാധകമാണെന്നാണ് ഒരു കേട്ടത്, കൺഫേം അല്ല. പക്ഷേ ആദ്യത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇനി വരാൻ പോകുന്നവർക്കായിരുന്നു അത് ബാധിക്കാൻ പോകുന്നതെന്നായിരുന്നു അതിനെ പറ്റിയുള്ള റിപ്പോർട്ട്. പക്ഷേ പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള BBC-ലും എല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കും ഈ ഓൾറെഡി പോയവർക്കും ഈ നിയമം ബാധകമാണെന്നാണ് പറയുന്നത്. അപ്പം വൻ മാറ്റങ്ങളാണ് UK വരാൻ പോകുന്നത്. പണ്ടത്തെ തൊട്ടുള്ള UKയിലോട്ടുള്ള കുത്തിഴിപ്പ് നിർക്കും ഒരു നമ്മളെപ്പോലുള്ള മലയാളികൾക്കും എല്ലാം വൻ തിരിച്ചടിയാണ് പിന്നെയും വരാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യുകെയിലെ ബ്രിട്ടീഷ് സിറ്റിസൺസ് നമ്മളെ നോൺ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരെ മാരി ചെയ്തിട്ടുള്ളെങ്കിൽ അവർക്ക് 5 ഇയേഴ്സ് കൊണ്ട് PR-ഉം സിറ്റിസണിലേക്ക് പോകുന്ന ഒരു പാത്വേ അത് അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റുഡൻസിൻ്റെ വിസയെക്കുറിച്ചാണ്. സ്റ്റുഡൻസിന് മുന്നേ 24 months ആയിരുന്നു അവരുടെ ലെങ്ത് ഓഫ് ദ ഗ്രാജുവേറ്റ് വിസ. ഇപ്പോൾ അത് കുറച്ചിട്ട് 18 മാസമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അവർക്ക് ഇത് കഴിഞ്ഞ് അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു പോകേണ്ടി വരും. മുമ്പൊക്കെ അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് ജോലി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നവരെല്ലാം തന്നെ അവരുടെ പഠിത്തം കഴിഞ്ഞിട്ട് അവർ കെയറർ വിസയിലോട്ട് മാറിയിട്ട് ആയിരുന്നു PR-ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിലും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഡിപ്പെൻഡൻ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് അതിനകത്ത് മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഈ സ്റ്റുഡൻസിനെ ഒന്നൊരു റീറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അത്രത്തോളം പിന്നെയും എന്താ പറയുന്ന വേക്കൻസീസ് വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇപ്പം കുറേ നമ്മൾ അന്ന് പോയതിൻ്റെ പറഞ്ഞ കണക്കുകളനുസരിച്ച് പറയുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. അവിടെ ഉള്ള ആൾക്കാരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ്, അവർക്ക് ജോബ് കൊടുത്തിട്ട് ചെയ്യാനാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നീട്
ഫാമിലി വിസയുടെ കാര്യത്തിലാണ്. അത് ശരിക്കും ഒരു സെറ്റ് റൂള് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ വർഷത്തിനുള്ളിൽ തന്നെ ഒരു എന്താ പറയുന്നത് പുതിയ പോളിസി കൊണ്ടുവരും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ വായിച്ച കാര്യം വെച്ചാണെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയിട്ടുള്ള അവരുടെ ഡിപ്പെൻഡൻസിന് 5 വർഷത്തിൽ PR കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാമെന്നാണോ? സ്റ്റുഡൻറ്റിന് ഡിപ്പെൻഡായിട്ട് പോകുന്നവർക്കും ഇനിയും അത്ര കാര്യങ്ങൾ ഈസി ആയില്ലെന്നാണ് വരുന്ന സോഴ്സുകൾ അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം മെയിനായിട്ട് BBC അടക്കം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം അല്ലെങ്കിലും ഇനി മുന്നോട്ടുള്ള വരുന്ന ദിവസങ്ങളിൽ ഈ ബാക്കിയുള്ള ഡിപ്പെൻഡിനെ കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഗവൺമെൻറ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ടാലൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ വിസാസ്. ഇതൊരു പുതിയ പ്രപ്പോസലാണെന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ച് മുന്നേ ഒന്നും വലിയ ഐഡിയ ഇല്ല. ഇതിൽ പറയുന്നത് വെരി ഹൈ ടാലൻറ്റ് റൂട്ട്സ്, മേ ബി ബിസിനസ്സിലായിരിക്കാം. ഇനി UK എക്കണോമിയിൽ ഒത്തിരിയധികം ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവർ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്. മുന്നെയൊക്കെ ഒരു കേരള വിസയിലൊക്കെ നാട്ടിൽ നിന്ന് പോകുന്ന ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ ഇല്ലാതെയായിരുന്നു. മേ ബി ലോ സ്കോറോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കും. ഇപ്പം അതിലൊക്കെ നന്നായിട്ട് തന്നെ സ്കോറും പുതിയ ഇമിഗ്രേഷൻ കാറ്റഗറീസും എല്ലാം ഡിപ്പെൻഡൻസിന് ഇൻക്ലൂഡിങ് ഡിപ്പെൻഡൻസിനാണ് അവർ ഇംഗ്ലീഷ് ടെസ്റ്റും വെച്ചിരിക്കുന്നതെന്നാണ്. മുന്നേ പോയവർക്ക് ഇതിൻ്റെ ഒന്നും ബാധമില്ലായിരുന്നു. ഇനിയും വരുന്നവർക്ക് UK-ലോട്ട് അത്ര എളുപ്പമായിരിക്കത്തില്ല കാര്യങ്ങൾ. അടുത്തായിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്. മുന്നെയൊക്കെ വളരെ ഈസി ആയിരുന്നു നമ്മുടെ UK-ലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിനൊന്നും ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിക്ക് ഫുള്ളായിട്ട് പോകാമായിരുന്നു. അതുപോലെ എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ ഈ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പം ഒന്നുകിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് പോയിൻറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം. അതുപോലെ ആയിരിക്കണം UK ഗവൺമെൻറ് ഇപ്പോൾ മാറ്റാൻ പോകുന്ന ഡിപ്പെൻഡൻസിന് ഇൻക്ലൂഡിങ് അവർ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് വായിക്കാം. ഇതെന്തൊക്കെയാണ് മെയിൻ. അപ്പോൾ വാട്ട് ആർ ദ ന്യൂ റൂൾസ് ഇൻ ദ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ. അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞു, നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതിനോട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് ഫോർ ഓൾ വിസ ആപ്ലിക്കൻസ് ആൻഡ് ദ അഡൽട്ട് ഡിപ്പെൻഡൻസ്. പിന്നെ ഓവർസീസ് വർക്കേഴ്സ് വിച്ച് ജനറലി നീഡ് എ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ടു അപ്ലൈ ഫോർ ദ മെയിൻ സ്കിൽഡ് വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഇക്വലൻറ്റ് ഫോർ ആൻ A level and salary thresholds will rise. അതാ മെയിൻലി പറയുന്നത്. നമ്മൾ കെയറേഴ്സിനൊന്നും ഈസി ആയിട്ട് വരാൻ പറ്റത്തില്ല. കെയറേഴ്സും നമ്മുടെ ലോ ലെവൽ ജോബ്സ് ഉള്ള അവർ ഇനി തൊട്ട് ഈ സ്കിൽഡ് കെയർ വിസയിൽ വരുന്നവർക്ക് ഓക്കെ ആയിരിക്കും. അവർ സ്കിൽഡ് വിസയിലല്ലേ വരുന്നത്. അപ്പം നേഴ്സസിനെ അത് ബാധിക്കുന്നുണ്ടാവില്ല. നേഴ്സസിനെ ഇത് ഇതുവരെ ബാധിക്കത്തില്ലെന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതൊന്നും ഇനി മെയിനായിട്ട് പറയുന്ന കെയറിനും ബാക്കിയുള്ള ഇതിൽ വരുന്നവർക്കാണ്. അതുപോലെ തന്നെ നമുക്കൊരു ത്രഷോൾഡ് വേണം. പൈസ ഇത്ര ലെവലിലുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനും വിസയ്ക്കും അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് സ്റ്റുഡൻസിൻ്റെ ഓവർസീസ് ഗ്രാജുവേറ്റ് വിൽ only be able to stay in the UK for 18 months after their studies instead of 2 years. പണ്ടത്തെ 2 വർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 18 മാസമായിട്ട് അവർ ചുരുക്കിയിരിക്കുന്നു. അത് ആ ടൈമിൽ അവർക്ക് ഒരു എന്താ പറയുന്നത് എംപ്ലോയറെ കണ്ടെത്തി അവർ സെറ്റിൽ ആവാനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ UK ഗവൺമെൻറ് അടച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ UK-യിൽ പോയി പഠിച്ചിട്ട് അവിടെ സെറ്റിൽ ആവാനുള്ള മോഹവും അതുപോലെ നിൽക്കുകയാണ്. പിന്നെ immigrants will typically have to live in the UK for 10 years before applying for the right to stay indefinitely. Double the current 5-year period. The BBC understands that the government will apply the longer period to those who are already in the UK as well as to new visa applicants. അപ്പം അവിടെയുള്ള സിറ്റിസൺഷിപ്പ് എടുക്കാത്തവർക്കും ഇത് ബാധകമാണ്. അപ്പം സ്റ്റിൽ അവർക്ക് 10 years വേണമായിരിക്കും ഒരു PR എടുക്കാനായിട്ട്. അതെന്താണെന്നറിയാമോ ഇത്രയും ഒരു ലോ ഒക്കെ കൊണ്ടുവരാനുള്ള കാരണം? കാരണം UK ഗവൺമെൻറ് PR ഒക്കെ കിട്ടുവാണെങ്കിൽ അത്രത്തോളം ബെനിഫിറ്റ്സ് UK-യിലുണ്ട്. NHS-ൽ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും നമ്മളെ പിള്ളേരെ കോളേജിൽ ചേർക്കുന്നതിലാണെങ്കിലും ഒത്തിരി ബെനിഫിറ്റ്സ് UK-യിലുണ്ട്. അതുകൊണ്ട് ആണ് അത്രത്തോളം ഒരു കുത്തൊഴുക്കും UK-യിലോട്ടുണ്ട്. അതുമാത്രമല്ല ഓസ്ട്രേലിയയിലോട്ടൊക്കെ സിമ്പിളായിട്ട് വരാനുള്ള ഒരു പാത്വേ കൂടിയാണ് UK-യിലോട്ട് പോകുന്ന ഒരു. അത് കഴിഞ്ഞ ദിവസം എനിക്ക് 2 മെസ്സേജ് വന്നായിരുന്നു. UK-ന്നുള്ളവരാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മോശമാണ്, എങ്ങനെയാലും ഓസ്ട്രേലിയക്ക് വരാൻ പറ്റുമോ എന്നുള്ള 2 ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കെയറേഴ്സാണ്. നമ്മൾ ഇന്ത്യൻസിനെ കെയറർ വിസയിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു രീതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ മോസ്റ്റ്ലി ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് ഫിജിന്നൊക്കെയാണ്, അല്ലെങ്കിൽ നേഴ്സസ് ആയിട്ടിരിക്കുന്നവർ കെയറായിട്ട് വന്ന ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും കെയർ വിസ ഓസ്ട്രേലിയയിലോട്ട് കണ്ടിട്ടില്ല. അതെ.
പിന്നെ ഈ പറയുന്നതിൻ്റെ ഡെഡിക്കേറ്റഡ് വിസ ഫോർ സോഷ്യൽ കെയർ വർക്കേഴ്സ് ഇൻട്രൊഡ്യൂസിങ് ആ കോവിഡ് സമയത്ത് അവർ ചെയ്തത് അത് ക്ലോസ് ചെയ്യുകയാണ് in June. Employees who wants to sponsor foreign workers will be incentivized to find the develop domestic talent. അവർ പറഞ്ഞിട്ട് ഗ്രാജുവേഷനൊക്കെ അതാ ഞാൻ പറഞ്ഞ ഈ ടാലന്റ് വിസ മോർ UK ഗവൺമെന്റും എന്താ പറയുക UK എക്കണോമീനെ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന എന്താ പറയുക ബിസിനസ്മെൻസോ അത്രയും ഹൈലി സ്കിൽഡ് ജോബ്സ് ഒക്കെ ഉള്ളവരെ അവർ റിക്രൂട്ട് ചെയ്യുമായിരിക്കും. ഇനിയും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് പറയുന്നത് കോമൺലി നമ്മൾ ഇന്ത്യൻസ് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണോ ബാധകമാകുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ഇനി പിന്നെ റെഫ്യൂജീസിനെ കുറിച്ചും അതെല്ലാം പറയുന്നുണ്ട്. അതല്ലാതെ ഫുള്ളായിട്ട് അത് നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം സ്റ്റിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇത് ഗവൺമെൻറ് അങ്ങനെ ഒരു എന്താ പ്രപ്പോസൽ വെച്ചു എന്ന് BBC റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം അവർ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങും ആപ്ലിക്കബിളായിട്ട് വന്നിട്ടില്ല. ഇതിന് എത്ര നാൾ ഇതിൻ്റെ ആപ്ലിക്കബിൾ ആകാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല അവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ വരുവാണെങ്കിൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങളും അതിനെതിരെയുള്ള ഇതും പ്രൊട്ടസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകാൻ ചാൻസ്. ഇത് UK ഇതിന് മുമ്പും ഇതുപോലുള്ള ഭയങ്കര കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം അവരെടുത്ത് കളയും. ഇനിയും അത് അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി UKയിലോട്ടുള്ള വരവ് കുറയും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.